ക്യാരറ്റ്, ബീൻസ്, സവാള, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങ ചിരണ്ടിയത്, അങ്ങനെ എല്ലാ ഐറ്റമുണ്ട്. ക്യാരറ്റ്. അപ്പൊ അത്ര ഐറ്റമാണ് നമ്മൾ ഇനി ഒന്ന് വെന്ത് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അതിനകത്ത് മാവ് ഇടുന്നത്. അത് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തോ. മഞ്ഞൾപ്പൊടി ഇട്ടോ. മഞ്ഞൾപ്പൊടി ഇടണം. മതിയാവില്ല. ഇനി തിളച്ച് വരണം അല്ലേ? ഇത് തിളക്കണം. ഉപ്പുമാവിൽ ചേർക്കാനുള്ള ക്യാരറ്റ് അരിഞ്ഞത്, തേങ്ങ ചിരകിയത്, അതുപോലെ തന്നെ റവ വറുത്ത് വെച്ചിരിക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാനാണ് അനീഷ് തുടങ്ങുന്നത്. അനീഷ്, നമ്മുടെ ഉപ്പുമാവ് എന്തോ തുറന്നു നോക്കിയേ. നോക്കാം. തുറന്നു നോക്കിയാ തിളച്ച് വരുന്നുണ്ട്. ഇറക്കണം, നല്ലോണം തിളച്ച് വേഗണം. റവ ഇടാറായോ? ആയില്ലല്ലേ? ഇച്ചിരി തിളയ്ക്കണം. വേഗണം. വേഗം. അനീഷ്, ഇനി എന്തോ റവ ഇട്ട് കൊടുക്കുമല്ലേ? നമ്മൾ നേരത്തെ വറുത്ത് വെച്ച റവ, അതായത് കടകളിൽ വറുത്ത റവ കിട്ടും. പക്ഷെ അതിന് ആ റവ നല്ലോണം വറക്കണം. വറുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് റെഡിയാകും. ഇതിങ്ങനെ വെച്ച് ഇനി അടച്ചു വെക്കുമോ? ഇനി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കുഴഞ്ഞു പിടിക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കും. അങ്ങനെ കുറച്ച് നേരത്തെ പണിക്ക് ശേഷം നല്ല അടിപൊളി ഉപ്പുമാവ് കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നല്ല സൂപ്പർ ഉപ്പുമാവ് കിടിലമായിട്ടുണ്ട്. അനീഷ് റെഡിയാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് അടുക്കളയിലെ ബഹളങ്ങളൊക്കെ കേട്ടുകൊണ്ടായിരിക്കും രണ്ട് പുള്ളികൾ പതുക്കെ അടുക്കളയിൽ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അനീഷ് എന്താണ് പരിപാടി ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നമ്മുടെ സാമിയും ജൂണും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറെടുക്കുകയാണ്. ഇന്നലെ തന്നെ നല്ല അടിപൊളി കോഴിക്കറി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ തയ്യാറാക്കിയ ഉപ്പുമാവ്, പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത്, പിന്നെ കപ്പ വേവിച്ചത് എല്ലാം തന്നെ നമ്മൾ രാവിലെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളി മൃഷ്ടാനമായ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സാമിയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സാമിയെ ഇതിനകത്ത് കാണാത്തത്. എന്തായാലും വളരെ രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷമാണ് നമുക്ക് പരുന്തുംപാറയ്ക്ക് പോകാനുള്ളത്. അതിൻ്റെ തയ്യാറെടുപ്പ് കൂടിയാണിത്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇത്രയും ഫുഡുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനീഷിൻ്റെ ഉപ്പുമാവ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പരുന്തുംപാറയ്ക്കുള്ള യാത്രയിലാണ്. കോട്ടയം കുമളി റോഡിൽ നിന്നും കല്ലാർ കവലയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് കോട്ടപ്പാലത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പരുന്തുംപാറയ്ക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമ്മുടെ അനീഷിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആ ഹോം സ്റ്റേയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് പരുന്തുംപാറയ്ക്ക് തൊട്ട് ചേർന്ന് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല കാഴ്ചകളൊക്കെയുള്ള നല്ല പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമൊക്കെയാണ് അവിടെ. ഫാമിലിയായിട്ടൊക്കെ പോകാനായിട്ടൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഉണ്ടല്ലോ നിറയെ തേയിലത്തോട്ടങ്ങളും നല്ല നല്ല കൊച്ചു കൊച്ചു മരങ്ങളും ഒക്കെ കാണാം. ഇവിടെയും ഏത് സമയത്തും ഉണ്ടല്ലോ കോടമഞ്ഞ് കയറി വരുന്ന സ്ഥലമാണ്. ചില സമയത്ത് പെട്ടെന്ന് മഞ്ഞ് കയറി വരും. നമുക്ക് റോഡ് തന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. നമ്മൾ രാവിലെ പുറപ്പെട്ട സമയത്ത് അധികം മഞ്ഞും ഒന്നുമില്ലായിരുന്നു. എന്നാൽ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോടമഞ്ഞ് ഇറങ്ങി വരുന്നതായിട്ട് കാണാം നിങ്ങൾക്ക് ഈ കാഴ്ച.
സമീപത്തായിട്ട് തന്നെ നല്ലൊരു നെല്ലിമരം ഒരു ദിവസത്തെ കുട്ടിക്കാനം വാസത്തിന് ശേഷം തിരികെ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ നമ്മുടെ ലഗേജൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഈ സമയത്ത് മഞ്ഞൊന്നുമില്ല കേട്ടോ, മഞ്ഞൊക്കെ മാറിക്കെടുക്കുകയാണ്. കോടമഞ്ഞൊന്നും ഇറങ്ങി വരുന്നില്ല. ഒരിക്കൽ കൂടി ഈ കാഴ്ച കാണുമെന്ന് വളരെ ആഗ്രഹം തോന്നി. അനീഷിൻ്റെ റിസോർട്ടിൻ്റെ മുകളിൽ നമ്മൾ കയറി മുകളിലത്തെ നിലയിൽ നോക്കിയപ്പോൾ നല്ല ശാന്തമായ അന്തരീക്ഷം, മഞ്ഞൊന്നുമില്ലാതെ കുട്ടിക്കാനത്തിൻ്റെ ആ മുഴുവൻ ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ആ കുട്ടിക്കാനത്തിൻ്റെ ആ പച്ചപ്പ് കണ്ടോ? കുട്ടിക്കാനം കണ്ടോ? കുട്ടിക്കാനം സിറ്റിയാണ് നമ്മൾ ഈ കാണുന്നത്. മഞ്ഞ് മൂടി വന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇന്നലെ നമ്മൾ രാത്രിയിൽ ഇതിൻ്റെ ഒരു രാത്രികാല കാഴ്ച വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയും എത്ര കണ്ടാലും മതി വരാത്ത കുട്ടിക്കാനത്തിൻ്റെ കാഴ്ചകളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പതുക്കെ മടക്ക യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ.